എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കുട്ടികളില്ലാത്തതുകൊണ്ട് സ്കൂളുകൾ പൂട്ടിപ്പോവുകയും കുഞ്ഞുങ്ങൾക്കുള്ള ഡയപ്പറിനേക്കാൾ കൂടുതൽ മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ വിറ്റുപോവുകയും ചെയ്യുന്ന ഒരു രാജ്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷേ ഇത് ഏതെങ്കിലും ഭാവനാ ലോകത്തെ കഥയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായി വികസിതവും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന രാജ്യമായിട്ടുള്ള ജപ്പാനിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണിത്. ഒരു കാലത്ത് യുദ്ധാനന്തര സാമ്പത്തിക വളർച്ചയിൽ ലോകത്തിന് മാതൃകയായിരുന്ന ജപ്പാൻ ഇപ്പോൾ ജനസംഖ്യ കുറയുന്നതും പ്രായമായിട്ടുള്ളവരുടെ എണ്ണം കുത്തനെ കൂടുന്നതും കാരണം വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജപ്പാനിലെ ഈ ജനസംഖ്യാ പ്രശ്നത്തെക്കുറിച്ചാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ, എങ്ങനെയാണ് ഒരു രാജ്യം ഈ അവസ്ഥയിലേക്ക് എത്തിയത്, ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ജനസംഖ്യാ മാറ്റങ്ങൾ അവിടുത്തെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ജീവിത നിലവാരത്തിലും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തുന്നത്, ഈ പ്രശ്നം പരിഹരിക്കാൻ ജപ്പാൻ സർക്കാർ എന്തൊക്കെ വഴികളാണ് ഇപ്പോൾ നോക്കുന്നത്, ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്തും. അതോടൊപ്പം ഈ സാഹചര്യത്തെ നമ്മുടെ കേരളവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ജപ്പാനിൽ നിന്ന് നമുക്ക് എന്ത് പാഠങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശദമായി പരിശോധിക്കും. ഈ വീഡിയോ കഴിയുമ്പോൾ ജപ്പാനിലെ ഈ ജനസംഖ്യാ പ്രതിസന്ധി വെറുമൊരു കണക്കല്ലെന്നും പ്രായമായിട്ടുള്ള ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇതെങ്ങനെ ഒരു മുന്നറിയിപ്പായി മാറുന്നുവെന്നും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതായിരിക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം പറയാം. ഡാറ്റാ സയൻസിൽ ഒരു ഉഗ്രൻ കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഓഡിയൻ സ്കൂൾ നിങ്ങൾക്കായിട്ട് ഒരു സുവർണാവസരം ഒരുക്കുകയാണ്. അവരുടെ ഡാറ്റാ സയൻസ് എലൈറ്റ് കോഴ്സ് നിങ്ങളെ ജോബ് റെഡിയാക്കി പ്ലേസ്മെന്റ് നേടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, സ്വിഗ്ഗി, ഫോൺ പേ, നുവോ റിറ്റെയിൽ, വെൻ അനാലിറ്റിക്സ്, ഫോർസിയർ എന്നിങ്ങനെയുള്ള 5 പ്രമുഖ ടെക് കമ്പനികളുടെ പിന്തുണ ഇതിനുണ്ട്. ഇന്ത്യയിൽ ഇത്രയധികം കമ്പനികളുടെ പിന്തുണയുള്ള ഏക കോഴ്സാണിത്. വലിയ ടെക് കമ്പനികൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നേരിട്ടറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഓഡിയൻ സ്കൂളിന്റെ ഹയറിംഗ് സ്പ്രിന്റ് വഴിയുള്ള അതിവേഗ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് യഥാർത്ഥ ഇന്റർവ്യൂകളിലേക്ക് നിങ്ങളെ നേരിട്ടെത്തിക്കുന്നു. കൂടാതെ ഡാറ്റാ സയൻസിലും എഐയിലും ഒക്കെ ജോലി നേടിക്കഴിഞ്ഞ ഓഡിയൻ സ്കൂളിന്റെ അലുമിനികളിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് മെന്റർഷിപ്പ് ലഭിക്കും. കരിയർ വിജയങ്ങൾക്കും ഇൻഡസ്ട്രിയിലെ വളർച്ചയ്ക്കും അവർ നിങ്ങൾക്ക് വഴികാട്ടിയാകും. ഈ പ്രോഗ്രാമിൽ 200 മണിക്കൂറിലധികം വരുന്ന ലൈവ് ഓൺലൈൻ ക്ലാസുകൾ, ഹാൻഡ്സ് ഓൺ പ്രോജക്റ്റുകൾ, ഒരു ക്യാപ്സ്റ്റോൺ അസൈൻമെന്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഒപ്പം റെസ്യൂമെ തയ്യാറാക്കാനും മോക്കിൻ ഇന്റർവ്യൂകൾക്കും ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യാനും ഉൾപ്പെടെയുള്ള ഒരുപാട് കരിയർ സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. അടുത്ത ബാച്ച് തുടങ്ങുന്നത് 2025 മെയ് 31-നാണ്. ഇതൊരു 3 മാസത്തെ പ്രോഗ്രാമാണ്. ക്ലാസ്സുകളെല്ലാം വീക്കെൻഡിലാണുള്ളത്. ബാച്ചിലർ ഡിഗ്രിയുള്ള ആർക്കും തന്നെ അപേക്ഷിക്കാം. മുൻപ് കോഡിംഗ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സാണ്. ഈ കോഴ്സ് 3 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നടത്താറുള്ളത്. കൂടാതെ സീറ്റുകൾ പരിമിതവുമാണ്. മികച്ച പ്ലേസ്മെന്റ് സാധ്യതകൾ കാരണം സീറ്റുകൾ അതിവേഗം തീർന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റാ സയൻസിൽ ഒരു കരിയറിനായി നിങ്ങൾ ഗൗരവമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. ഓഡിയൻ സ്കൂൾ നിങ്ങളെ ഡാറ്റാ സയൻസ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. എന്തായാലും ഇതിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. എന്തായാലും ജപ്പാനിലെ ഈ ജനസംഖ്യാ പ്രതിസന്ധി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളിലൂടെ മനസ്സിലാക്കാം. ഓരോ കണക്കും ഈ പ്രശ്നത്തിന്റെ വ്യാപ്തിയാണ് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജപ്പാനിൽ ജനനനിരക്ക്, അതായത് ബർത്ത് റേറ്റ് കുത്തനെ കുറയുകയാണ്. 2004 ശേഷം ഒരു വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 10 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 7 ലക്ഷത്തിൽ താഴെയായി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2023 ഇത് 7.5 ലക്ഷത്തിൽ താഴെയാണ്. ഇത് മുൻ വർഷത്തേക്കാൾ ഏകദേശം 5% കുറവാണ്. ജപ്പാൻ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണിത്. ജനനങ്ങൾ കുറയുന്നതിനോടൊപ്പം മരിക്കുന്നവരുടെ എണ്ണവും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും മരണനിരക്ക് ഉയരുന്നത്. ഇത് രാജ്യത്തെ മൊത്തം ജനസംഖ്യ കുറയാനുള്ള പ്രധാന കാരണങ്ങളായി മാറുകയാണ്. ഇനി അടുത്തൊരു കാരണം പറയുവാണെങ്കിൽ, ഒരു കാലത്ത് ജപ്പാനിൽ ധാരാളമായിട്ട് വിവാഹങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കല്യാണങ്ങൾ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. 2023 5 ലക്ഷത്തിൽ താഴെ മാത്രമാണ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബർത്ത് റേറ്റ് കുറയുന്നതിന് നേരിട്ട് കാരണമാകുകയാണ്. കാരണം മിക്ക കുട്ടികളും ജനിക്കുന്നത് വിവാഹ ബന്ധങ്ങളിലൂടെയാണല്ലേ. നിലവിൽ ജപ്പാനിലെ മൊത്തം ജനസംഖ്യ ഏകദേശം 12.3 കോടിയാണ്. ഈ സംഖ്യ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 കോടിയിലധികം ആൾക്കാർ കുറഞ്ഞുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. അവിടുത്തെ ജനസംഖ്യയുടെ 29% വ്യക്തികളും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇത് ലോക ശരാശരിയായിട്ടുള്ള 10%-ത്തേക്കാൾ വളരെ കൂടുതലാണല്ലേ. ഇതിൽ തന്നെ 80 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 1 കോടിയിലധികമാണ്. അതേസമയം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയുമാണ്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ യുവജനങ്ങളുടെ എണ്ണം കുറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. 2023 ജപ്പാനിലെ ഓരോ സ്ത്രീക്കും ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണം 1.25 മാത്രമായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനസമൂഹം അതേപടി നിലനിൽക്കണമെങ്കിൽ ഇത് 2.1 എങ്കിലും വേണമെന്നുള്ളതാണ്. ഈ കണക്കുകൾ ജപ്പാൻ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളത്. ജപ്പാനിലെ ഈ ജനസംഖ്യാ പ്രതിസന്ധിക്ക് പിന്നിൽ ഒറ്റ കാരണങ്ങളല്ല കേട്ടോ, മറിച്ച് ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. നമുക്ക് ഓരോ കാരണങ്ങളും വിശദമായി നോക്കാം. ആദ്യം തന്നെ ജപ്പാനിലെ ജോലി സംസ്കാരം ഈ പ്രതിസന്ധിക്ക് വലിയൊരു പ്രധാന കാരണമായിട്ടുണ്ട്. ആളുകൾ മണിക്കൂറോളം ജോലി ചെയ്യുകയാണ്. പലപ്പോഴും ആഴ്ചയിൽ 60-70 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നത് സാധാരണമാണ്. ഇതിനെ കരോഷി എന്ന വാക്ക് ഉപയോഗിച്ചാണ് ജപ്പാനിൽ വിശേഷിപ്പിക്കാറുള്ളത്. അതിന്റെ അർത്ഥം അമിത ജോലി ചെയ്തുള്ള മരണം എന്നൊക്കെയാണ്. എന്തായാലും ഈ ജോലി ഭാരം കാരണം പലർക്കും കുടുംബജീവിതത്തിന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. വിവാഹം കഴിക്കാനോ കുട്ടികളെ വളർത്താനോ അവർക്ക് താല്പര്യമില്ല, സമയവും ലഭിക്കുന്നില്ല.
കൂടാതെ കുട്ടികളെ വളർത്താനുള്ള ചെലവ്, സാമ്പത്തിക ചെലവും വലിയൊരു പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസം, താമസം, മറ്റാവശ്യങ്ങൾ എന്നിവയെല്ലാം വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജപ്പാനിലെ നഗരങ്ങളിലെ ജീവിത ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് പല ദമ്പതികളും ഒരു കുട്ടി മതി അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന് തീരുമാനമെടുക്കുകയാണ്. നഗരങ്ങളിലെ ചെറിയ താമസ സൗകര്യങ്ങളും കുട്ടികളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയും, അതായത് ഡേ കെയറുകളൊന്നും അവിടെ ലഭ്യമല്ല, ലഭ്യത കുറവാണ്, അല്ലെങ്കിൽ വലിയ ഉയർന്ന ചിലവാണ്. ഇതെല്ലാം തന്നെ ബർത്ത് റേറ്റ് കുറയാൻ കാരണമാകുകയാണ്. അടുത്തതായിട്ട് ജപ്പാനിലെ ചെറുപ്പക്കാർക്കിടയിൽ വിവാഹത്തോടുള്ള താല്പര്യം കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിനെ സെഷോക്കു ബനാറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രണയബന്ധങ്ങളിൽ നിന്നും ലൈംഗിക ബന്ധങ്ങളിൽ നിന്നുമുള്ള ആ ഒരു അകലം പാലിക്കലില്ലേ, അത് സാമ്പത്തിക ബാധ്യത, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, പങ്കാളിയെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഇതിന് കാരണമാകാം. ഇത് ബർത്ത് റേറ്റിനെ നേരിട്ട് ബാധിക്കുകയാണ്. ഇനി മറ്റൊരു കാരണം പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഈ റീസെൻ്റ് ആയിട്ട് ഒരു സർവേ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റം എന്നിവയും ഇവിടെ ഒരു പ്രധാന ഘടകമായിട്ട് മാറുകയാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനും ജോലിക്ക് പോകാനും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചപ്പോൾ അവർ കരിയർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് കുട്ടികളെ വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്ന് തീരുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നു. പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ വളർച്ച കുറയുമോ എന്ന ഭയവും ഇതിന് പിന്നിലുണ്ട്. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ, ജപ്പാനിലെ ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവരാണ്. ഇതൊരു നല്ല കാര്യമാണെങ്കിലും പ്രായമായിട്ടുള്ളവരുടെ എണ്ണം കൂടുന്നതിനും യുവജനങ്ങളുടെ എണ്ണം കുറയുന്നതിനും ഇത് കാരണമാകുകയാണ്. ആരോഗ്യപരമായ ജീവിത രീതികളും മികച്ച ചികിത്സാ സൗകര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുകയാണ്, ആയുസ് കൂട്ടിക്കൊടുക്കുകയാണ്. ഇത് ജനസംഖ്യയുടെ പ്രായഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് കൂടുതൽ കാലം ജീവിക്കുന്നുണ്ടെങ്കിലും പുതിയ ആളുകൾ ജനിക്കാത്തത് ആ ഒരു സന്തുലിതാവസ്ഥ മൊത്തത്തിൽ തെറ്റിക്കുകയാണ്, ആ ഒരു ബാലൻസ് തെറ്റിക്കുകയാണ്. ഈ കാരണങ്ങൾ ഓരോന്നും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടനയെ എത്രത്തോളം മാറ്റിമറിക്കുന്നു എന്നതിന് വലിയൊരു ഉദാഹരണമാണ്. ജപ്പാനിലെ ഈ ജനസംഖ്യാ മാറ്റങ്ങൾ അവിടുത്തെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രത്യാഘാതങ്ങൾ രാജ്യത്തിന്റെ എല്ലാ മേഖലയുമാണ് ബാധിക്കുന്നത്. നമുക്ക് അക്കമിട്ട് പറയാം. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയാണ്. കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ പല സ്കൂളുകളും അടച്ചുപൂട്ടുകയാണ്. ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കുട്ടികളുടെ എണ്ണം തീരെ കുറവായത് കൊണ്ട് തന്നെ സ്കൂളുകൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാതാകുകയാണ്. ഇത് ഭാവിയിൽ ഗ്രാമീണ മേഖലകളിൽ നിന്ന് ആൾക്കാർ നഗരത്തിലേക്ക് കുടിയേറാനുള്ള പ്രധാന കാരണമായി മാറും. അതുവഴി ഗ്രാമങ്ങൾ കൂടുതൽ ആളൊഴിഞ്ഞതാകും. ചില പ്രദേശങ്ങളിൽ സ്കൂളുകൾ ഇല്ലാതാകുന്നത് കുടുംബങ്ങളെ അവിടെ നിന്ന് താമസം മാറാൻ പ്രേരിപ്പിക്കുന്നു. രണ്ട്, വർക്കിംഗ് ഫോഴ്സ് അഥവാ തൊഴിൽ സേനയിലെ കുറവാണ്. യുവാക്കൾ കുറവായതുകൊണ്ട് തന്നെ ഫാക്ടറിയിലും കൃഷിയിലും സേവന മേഖലകളിലും ഒക്കെ ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരികയാണ്. ഇത് രാജ്യത്തിന്റെ ഉൽപ്പാദന ശേഷിയും സാമ്പത്തിക വളർച്ചയും സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പല കമ്പനികളും തൊഴിലാളികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ഉൽപ്പാദനം കുറയ്ക്കുകയും ചിലപ്പോൾ ഉൽപ്പാദന യൂണിറ്റുകൾ അടച്ചുപൂട്ടുകയോ വിദേശത്തോട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നു. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തെ, അതായത് GDPയെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. മൂന്ന്, പെൻഷനും ആരോഗ്യ പരിപാലന ചെലവുകളുമാണ്. പ്രായമായിട്ടുള്ളവർ എണ്ണം കൂടുന്നത് കൊണ്ട് അവർക്ക് പെൻഷനും ആരോഗ്യ പരിപാലനവും നൽകാൻ വലിയൊരു തുക സർക്കാർ കണ്ടെത്തേണ്ടി വരുന്നു. യുവാക്കൾ കുറവായതുകൊണ്ട് തന്നെ നികുതി വരുമാനം കുറയുകയും ഈ ചെലവുകൾ നികത്താൻ സർക്കാരിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ഇത് സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിന് വലിയൊരു സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. നാല്, പ്രായമായിട്ടുള്ളവരുടെ പരിചരണം. യുവാക്കൾ കുറവായതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ളവരെ പരിപാലിക്കാനുള്ള ആളുകളുടെ എണ്ണത്തിലും കുറവ് വരുന്നുണ്ട്. പലപ്പോഴും കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ഭാരമായി മാറുന്നുണ്ട്. പലരും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ചും കൊഡോകുഷി എന്ന് വിളിക്കപ്പെടുന്ന ഒറ്റപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ട് റോബോട്ടുകളും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ ഉപയോഗം കൂടുന്നുവെങ്കിലും മനുഷ്യന്റെ സ്നേഹവും പരിചരണവും പൂർണ്ണമായിട്ട് നൽകാൻ ആ റോബോട്ടുകൾക്ക് സാധിക്കില്ലല്ലോ. അഞ്ച്, സാമൂഹ്യ ബന്ധങ്ങളുടെ മാറ്റമാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. കൂട്ടായ്മകൾ കുറയുകയാണ്. ചില ഗ്രാമങ്ങൾ ആളൊഴിഞ്ഞ പ്രേത നഗരങ്ങളായി മാറുകയാണ്. സാമൂഹ്യപരമായിട്ടുള്ള ഇടപഴകൽ കുറയുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ആറ്, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കുറവാണ്. യുവാക്കൾ കുറയുന്നത് ഇന്നോവേഷനെയും പുതിയ കണ്ടുപിടുത്തങ്ങളെയും ടെക്നോളജിയും ഒക്കെ സാരമായിട്ട് തന്നെ ബാധിക്കുകയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ യുവജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. പുതിയ സംരംഭങ്ങൾ കുറയാൻ ഇത് കാരണമാകാം. ഇത് ജപ്പാന്റെ ആഗോള മത്സരക്ഷമതയെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏഴ്, സ്വത്ത് കൈമാറ്റത്തിലെ പ്രശ്നങ്ങളാണ്. അതായത് പ്രായമായിട്ടുള്ളവർക്ക് സ്വത്ത് കൈമാറാൻ നേരിട്ടുള്ള പിൻഗാമികൾ ഇല്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ ദീർഘകാലത്തിൽ ബാധിക്കുകയാണ്. കൈമാറാൻ ആളില്ലാത്തതിനാൽ കൃഷിഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വെറുതെ കിടക്കുന്ന അവസ്ഥയും ചിലയിടങ്ങളിലുണ്ട്. ഈ പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകുന്നുണ്ട്. ഇത് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ജപ്പാൻ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ജനസംഖ്യാ പ്രതിസന്ധി പരിഹരിക്കാൻ ജപ്പാൻ സർക്കാർ പല നയങ്ങളും പദ്ധതികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള പരിഹാരങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, ബർത്ത് റേറ്റ് അഥവാ ജനന നിരക്ക് കൂട്ടാനുള്ള ശ്രമമാണ്. അതാണ് പ്രധാനമായിട്ടും ഇവർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ, കുട്ടികളെ നോക്കുന്നവർക്ക് കൂടുതൽ അവധികൾ, അതായത് മാതാപിതാക്കൾക്ക് ദീർഘകാല അവധികൾ, പങ്കുവയ്ക്കാവുന്ന അവധികൾ, അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള കൂടുതൽ ഡേ കെയർ സെന്ററുകൾ എന്നിവയൊക്കെ ഒരുക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നവർക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈൽഡ് അലവൻസ് വർദ്ധിപ്പിക്കുക, സൗജന്യ ഡേ കെയർ സേവനങ്ങൾ നൽകുക തുടങ്ങിയവയൊക്കെ. അതായത് അൾട്ടിമേറ്റ്ലി കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ഒരവസരമാണ് ഇവിടെ സർക്കാർ ഒരുക്കുന്നത്. രണ്ട്, തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റമാണ്. സ്ത്രീകൾക്ക് ജോലിയും കുടുംബവും ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ അവിടെയുള്ള തൊഴിൽ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് അവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ സ്ത്രീകൾക്ക് നല്ല ജോലി നൽകാനും അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള
ജോലി സമയങ്ങൾ നൽകാനും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും വർക്ക് ഫ്രം ഹോം നൽകാനും ഒക്കെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 6 ഗ്രാമീണ വികസനമാണ്. അതായത് ആളൊഴിഞ്ഞ ഗ്രാമപ്രദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകുകയും അവിടെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ടൂറിസം വികസിപ്പിച്ചും ചില ഗ്രാമങ്ങളെയും സജീവമാക്കുന്നുണ്ട്. ഇതുപോലുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഈ പദ്ധതികൾക്കെല്ലാം പരിമിതികളുണ്ട്. ജനസംഖ്യാ നിരക്ക് കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വലിയ വിജയം കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജപ്പാൻ ഈ വലിയ പ്രശ്നത്തെ മറികടക്കാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ജപ്പാനിലെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക്, അതായത് കേരളത്തിന്, മലയാളികൾക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന്. ജപ്പാനിലെ ഈ അവസ്ഥ നമുക്ക് കേരളത്തിലുള്ളവർക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ കേരളവും ജനസംഖ്യാ മാറ്റങ്ങളിൽ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. ജപ്പാനെ പോലെ കേരളത്തിലും ജനനിരക്ക് കുറയുന്നുണ്ട്. പ്രായമായവരുടെ എണ്ണം കൂടുന്നുണ്ട്. ചെറുപ്പക്കാർ തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ഗൾഫ് കുടിയേറ്റവും നമ്മളുടെ സാമ്പത്തിക ഘടനയെ രൂപപ്പെടുത്തിയതുപോലെ ഇപ്പോൾ പുതിയ തലമുറ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഭാവിയിൽ വലിയൊരു ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാം. ജപ്പാനിൽ നിന്ന് പഠിക്കാനുള്ള ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം. ഒന്ന്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. കുട്ടികളെ വളർത്താനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. എല്ലാ കുടുംബങ്ങൾക്കും എളുപ്പത്തിൽ കിട്ടുന്നതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഡേ കെയർ സംവിധാനങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനത്തിലുള്ള പിന്തുണയും ഒക്കെ നൽകണം. മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാനും കുട്ടികളെ നോക്കാനും സൗകര്യപ്രദമായിട്ടുള്ള അന്തരീക്ഷവും നമ്മൾ സൃഷ്ടിക്കണം. 2, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കുടുംബവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകണം. പ്രസവാവധി, പിതൃത്വാവധി എന്നിവ കൂടുതൽ മികച്ചതാക്കണം. ജോലി സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രോത്സാഹനമാകും. 3, പ്രായമായിട്ടുള്ളവരുടെ പരിചരണമാണ്. പ്രായമായിട്ടുള്ളവരുടെ പരിചരണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികവും ആരോഗ്യമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കണം. പ്രായമായിട്ടുള്ളവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് പരിചരണം നൽകുന്ന ഹോം കെയർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പ്രായമായിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമൂഹിക പിന്തുണയും സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. 4, യുവാക്കളുടെ തൊഴിലവസരങ്ങളാണ്. ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ നല്ല ജോലി സാധ്യതകളും അവസരങ്ങളും ഉണ്ടാകണം. അല്ലെങ്കിൽ അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അത്യാധുനികമായിട്ടുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ സഹായിക്കുകയും വേണം. 5, വിദ്യാഭ്യാസവും ബോധവൽക്കരണവുമാണ്. ജനസംഖ്യാ മാറ്റങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം. ചെറിയ കുടുംബങ്ങൾക്ക് ഗുണങ്ങളുണ്ടെങ്കിലും ജനനിരക്ക് കുറയുന്ന ഒരു രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് ധാരണ നൽകണം. ദീർഘകാല ജനസംഖ്യാ നയങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമുണ്ട്. ജനസംഖ്യ എന്നുള്ളത് വെറും കണക്കുകൾ മാത്രമല്ല, നമ്മളുടെ ജീവിതം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പ്രായമായവരെ പരിപാലിക്കുന്നതിനോടൊപ്പം അടുത്ത തലമുറയ്ക്ക് സന്തോഷത്തോടെ കുടുംബം ഉണ്ടാകാനുള്ള സാഹചര്യവും ഇവിടെ ഉണ്ടാകണം. ഒരു ഞെട്ടിക്കുന്ന സത്യം പറയാം. 1970-കളിൽ ജപ്പാനിലെ സ്കൂളുകൾ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ക്ലാസ് മുറികളിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പല ക്ലാസ് മുറികളും ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേസമയം വൃദ്ധസദനങ്ങളിൽ ആൾക്കാർ നിറഞ്ഞുകൊണ്ടേയിരിക്കുമാണ്. ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിച്ച വലിയ മാറ്റമാണിത്. ഈ ജനസംഖ്യാ പ്രതിസന്ധി ജപ്പാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവി. ജപ്പാൻ അവരുടെ ജനസംഖ്യയെ പുനരുജ്ജീവിപ്പിക്കുമോ അതോ ചെറിയതും പ്രായം കൂടിയതുമായിട്ടുള്ള ഒരു സമൂഹമായി മാറുമോ എന്നൊക്കെ ലോകം ഉറ്റുനോക്കുകയാണ്. ജപ്പാനിലെ ഈ ജനസംഖ്യാ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള പല സമൂഹങ്ങൾക്കും ഭാവിയിൽ സമാനമായിട്ടുള്ള അവസ്ഥ നേരിടേണ്ടി വരും. ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതിന് തയ്യാറെടുക്കുന്നതും വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് ജപ്പാന്റെ കഥ ഒരുപക്ഷെ നാളെ നമ്മുടെയും കഥയായി മാറിയേക്കാം. വരും തലമുറകൾക്ക് വേണ്ടി നമുക്ക് വിവേകത്തോടെ ആസൂത്രണം ചെയ്യാനുള്ള പ്രചോദനമായിട്ട് ഈ വിവരങ്ങൾ എടുക്കാം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടെയുള്ള ജനങ്ങളാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളും യുവാക്കളും കുടുംബങ്ങളും പ്രായമായിട്ടുള്ളവരെയും ഒക്കെ ഒരുപോലെ പരിപാലിച്ച് ഒരു രാജ്യം ജനസംഖ്യാ പ്രതിസന്ധിയെ ഒരു പുതിയ അവസരമാക്കി മാറ്റാൻ ശ്രമിക്കണം. ഈ യാത്രയിൽ ജപ്പാൻ വെല്ലുവിളികളും അവരുടെ തന്ത്രങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മളുടെ സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള ചർച്ചകളിൽ പങ്കുചേരാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുക. കമന്റ് ബോക്സ് എന്നുള്ളത് എപ്പോഴും നല്ലൊരു ചർച്ചാവേദി കൂടിയാണ്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട, നമ്മുടെ ഓഡിയൻ സ്കൂളിൻ്റെ ഡാറ്റ സയൻസ് എലൈറ്റ് കോഴ്സ്, അതിൽ ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.